ഹായ്, അടുത്ത ടോപ്പിക്കാണ് സർഫസ് ഇന്റഗ്രൽ. ഇവിടെ തന്നിരിക്കുന്നത് let f of x by z be a continuous function at all points in the surface S. f of x by z എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് at all points in the surface S and let z equal to g of x y be a function having continuous first order partial derivatives. z equal to g of x y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതിനെന്തുണ്ട്? കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതായത് ഡോ z ബൈ ഡോ എക്സും ഡോ z ബൈ ഡോ വൈ അറ്റ് ആൾ പോയിന്റ്സ് ഇൻ ദ റീജിയൻ ആർ ഓഫ് എക്സ് വൈ. ഇനി എന്താണ്? ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ് എസ് ടു ദ എക്സ് വൈ പ്ലെയിൻ. ഈ സർഫസ് എസിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ എങ്ങോട്ടാണ്? എക്സ് വൈ പ്ലെയിനിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ആർ ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് ബൈ ഇസഡിന്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് വൈ ഡി എസിന് പകരം റൂട്ട് ഓഫ് ഡോ z ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ z ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് ഡി വൈ. ഇതാണ് ഫോർമുല. അപ്പൊ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതേപോലെ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അതിനെന്തുണ്ട്? കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതായത് ഡോ z ബൈ ഡോ എക്സും ഡോ z ബൈ ഡോ വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഈ സർഫസ് എസിന്റെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്തു? ഇസഡിന് പകരം ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു. പിന്നെ ഡി എസിന് പകരം എന്താണ്? റൂട്ട് ഓഫ് ഡോ z ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ z ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 പിന്നെ ഡി എക്സ് ഡി വൈ. ഇതേപോലെ സിമിലർലി ഇൻ എക്സ് സെഡ് പ്ലെയിൻ y is given as g of x z. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എക്സ് എന്ന് പറയുന്നത് വൈക്ക് പകരം ജി ഓഫ് എക്സ് ഇസഡ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസഡ് അതേപോലെ എഴുതിയിട്ട് വൈക്ക് പകരം ജി ഓഫ് എക്സ് ഇസഡ്. പിന്നെ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇസഡ് അല്ലേ ഉള്ളത്. അപ്പൊ അവിടെ എല്ലാം കണ്ടുപിടിക്കാം. ഡോ വൈ ബൈ ഡോ എക്സും കാണാം, ഡോ വൈ ബൈ ഡോ ഇസഡും കാണാം. അപ്പൊ എന്താണ്? ഡി എസിന് പകരം റൂട്ട് ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ വൈ ബൈ ഡോ ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. പിന്നെ എന്താണ്? എക്സും ഇസഡും അല്ലേ ഉള്ളത്. അപ്പൊ ഡി എക്സ് ഡി ഇസഡ്. സിമിലർലി ഇൻ ദ വൈ ഇസഡ് പ്ലെയിൻ എക്സ് ഈസ് ഗിവൺ ആസ് ജി ഓഫ് വൈ ഇസഡ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന് പറയുന്നത് എക്സിന് പകരം ഈ ജി ഓഫ് വൈ ഇസഡ്. പിന്നെ എന്താണ്? ഡി എസിന് പകരം ഇവിടെ എന്തെല്ലാം കണ്ടുപിടിക്കാം? എക്സ് ആണ് തന്നിട്ടുള്ളത്. ഡോ എക്സ് ബൈ ഡോ വൈ കാണാം, ഡോ എക്സ് ബൈ ഡോ ഇസഡും കാണാം. അപ്പൊ എന്താണ്? ഡി എസിന് പകരം റൂട്ട് ഓഫ് ഡോ എക്സ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 വൈ ഇസഡ് വല്ലേ ഉള്ളോ? ഡി ബൈ ഡി ഇസഡ്. ഈ മൂന്ന് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഇസഡ് സ്ക്വയർ ഡി എസ് വേർ സിഗ്മ ഈസ് ദ പോർഷൻ ഓഫ് ദ കോൺ. ഇതൊരു കോൺ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കണം. കോൺ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഇസഡ് ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഈക്വൽ ടു 3. അതിലൊരു ഫിഗർ വരയ്ക്കണം. ഒരു 3D വരുന്നതാണ്. അപ്പൊ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇസഡ് ഈക്വൽ ടു 1ഉം ഇസഡ് ഈക്വൽ ടു 3യും രണ്ട് പ്ലെയിൻസ് ആണ്. പിന്നെ എന്താണ്? ഒരു കോൺ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺ. കോൺ എങ്ങനെ ഇരിക്കും? ഒരു കോൺ ഇത് 1 ഇസഡ് ഈക്വൽ ടു 1 ഉണ്ട്, ഇസഡ് ഈക്വൽ ടു 3 ഉണ്ടല്ലോ. കുറച്ച് മുകളിലായിട്ട് ഒരു 3 സെന്റർ ആയിട്ട് വീണ്ടും ഒരു സർക്കിൾ പോർഷൻ വരും. കണ്ടോ? ഈ സർക്കിൾ എന്താണ്? ഈ സർക്കിളിന്റെ പേര് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. റേഡിയസ് 1 ഉള്ള ഒരു സർക്കിളാണ്. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 9 എന്നാണ്. അതായത് റേഡിയസ് 3 വരുന്ന ഒരു സർക്കിളാണ്. ഇനി എന്തുണ്ട്? ഇസഡ് ഈക്വൽ ടു 1ഉം ഇസഡ് ഈക്വൽ ടു 3യും രണ്ട് പ്ലെയിൻസ് ആണ്. ഇസഡ് ഈക്വൽ ടു 1 എങ്ങനെ വരും? ഇസഡിലെ 1ൽ വരുന്ന ഒരു പ്ലെയിൻ ആണ്. കണ്ടോ? ഇതൊരു പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 1. കണ്ടോ? ഇസഡ് ഈക്വൽ ടു 1 ഒരു പ്ലെയിൻ ആണ്. ഇസഡ് ഈക്വൽ ടു 3യും ഒരു പ്ലെയിൻ ആണ്. കണ്ടോ? അപ്പൊ നമ്മുടെ റീജിയൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതേപോലെ വരുന്നൊരു പോർഷനാണ്. ഇതാണ് നമ്മുടെ ആവശ്യമുള്ള പോർഷൻ. ഒരു ബക്കറ്റ് പോലെ ഇരിക്കുന്ന പോർഷനാണ്. ഈ മുകളിൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 9 ആണ്. താഴത്ത് എന്താണ്?
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. നമുക്കൊരു ഇത് വരുന്നുണ്ട്. ഈ പോയിന്റ് 1 ഈ പോയിന്റ് 3 ആയിരുന്നു. ഇത് നമുക്ക് കണ്ടുപിടിച്ചോളാം. കാരണം എന്താണ് വേണ്ടത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഇസഡ് സ്ക്വയർ ഡി എസ് ആണ് വേണ്ടത്. ഡബിൾ ഇന്റഗ്രൽ എന്താണ് ഇസഡ് സ്ക്വയർ? ഇസഡ് ഈസ് ഗിവൺ. എന്താണ് ഇസഡ്? ഇസഡ് ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇസഡ് ഈസ് ഗിവൺ. അപ്പൊ ഇസഡ് സ്ക്വയർ എന്ത് വരും? റൂട്ട് മാറി കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ് ഡി എസിന്? ഡി എസിന് പകരം എന്താണ്? ഇപ്പൊ എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഡി എസിന് എന്താണ്? നമ്മുടെ ഫോർമുല അനുസരിച്ച് ഇസഡ് ഉണ്ട്. അപ്പൊ ഇസഡ് എന്തെല്ലാം കാണാം? ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാണാം. ഡോ ഇസഡ് ബൈ ഡോ വൈ കാണാം. എന്താണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്? റൂട്ടിന് 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ് എക്സ് സ്ക്വയറിന്? ഒരു 2x കൂടെ. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതേപോലെ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? വൈ ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഡി എസിന്റെ ഫോർമുല എന്താണ്? ഡി എസിന് പകരം ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. ഡി എസിന് പകരം ഇവിടെ ഉള്ളത് ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയും. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 റൂട്ട്. ഇനി എന്താണ്? എക്സും വൈയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഡി എക്സ് ഡി വൈ ഇതാണ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൂട്ട് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സിന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ. വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പ്ലസ് ഒരു 1 ഉണ്ട്. പിന്നെ ഡി എക്സ് ഡി വൈ ഉണ്ട്. അപ്പൊ എന്ത് വരും? ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഒരു 1 പിന്നെ ഡി എക്സ് ഡി വൈ. ഇത്രയല്ലേ വരുന്നത്? നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ. എന്താണ്? ഇത് രണ്ടും കൂടെ വെട്ടുമ്പോഴത്തേക്ക് 1 വരും. അപ്പൊ അത് റൂട്ടും ആവും. ഇത്രയും റൂട്ടും ആവും. ആ റൂട്ട് ഇനി വെളിയിലെടുക്കാം. റൂട്ട് ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഇത്രയാണുള്ളത്. ഇനി എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്യാം? നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിപ്പം ഒരു സർക്കിൾ അല്ലേ? ഇതും ഒരു സർക്കിളാണ്. അപ്പൊ നമുക്ക് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ബൈ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു പോളാർ കോർഡിനേറ്റ്സ്. x equal to r cos theta by putting x equal to r cos theta, y equal to r sin theta, dx dy equal to r dr d theta by converting it into polar coordinates by putting x equal to r cos theta, y equal to r sin theta, dx dy equal to r dr d theta. അപ്പൊ എന്താവും? അപ്പൊ x square plus y square എന്താണ്? x square plus y square equal to r square അല്ലേ? x square plus y square equal to r square. അപ്പൊ റൂട്ട് 2 ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ആർ സ്ക്വയർ. എന്താണ്? ഡി എക്സ് ഡി വൈ ആർ ഡി ആർ ഡി തീറ്റ ഇതല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ ആണ്. ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. അപ്പൊ ഇവിടെ വരുന്നത് റൂട്ട് 2 ഡബിൾ ഇന്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ. ഇനി എന്തും കൂടെ വേണം? ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് വേണം. എന്താണ് തീറ്റയുടെ ലിമിറ്റ്? സർക്കിളിന്റെ കാര്യമില്ലേ? അപ്പൊ ഒരു വട്ടം കറങ്ങുമ്പോഴത്തേക്ക് തീറ്റയുടെ ലിമിറ്റ് 0 to 2π ആണ്. ആറിന്റെ ലിമിറ്റ് എന്താണ്? 2 സർക്കിൾ പറയുന്നുണ്ട്. ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 റേഡിയസ് ഉള്ള സർക്കിൾ. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 9, അതായത് 3 റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പൊ എന്താണ്? റേഡിയസ് വാരീസ് ഫ്രം 1 to 3 അല്ലേ? അപ്പൊ ഇവിടുന്ന് ആർ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. മറ്റേന്ന് ആർ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പൊ ആർ വാരീസ് ഫ്രം 1 to 3 അല്ലേ? റേഡിയസ് വാരീസ് ഫ്രം 1 to 3 ആണ്. അപ്പൊ ലിമിറ്റ്സ് എല്ലാം കിട്ടി കഴിഞ്ഞു. റൂട്ട് 2 0 to 2π. എന്താണ്? ആർ ക്യൂബിന്റെ ഇന്റഗ്രൽ r raised to 4/4 ലിമിറ്റ് 1 to 3
പിന്നെ ഒരു ഡി തീറ്റയും കൂടെ. നമുക്ക് ഈ ലിമിറ്റ്സ് കൊടുക്കാം. അതായത് √2 ആ 4 വെളിയിലാക്കാം. √2/4 ഇന്റഗ്രൽ 0 to 2π. r⁴ വരുമ്പോൾ എന്താണ് 3⁴. ലോവർ ലിമിറ്റ് വരുമ്പോൾ 1⁴. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ. √2/4 ഇന്റഗ്രൽ 0 to 2π. എന്താണ് 3⁴? 9 × 9 81 ആണ്. 81 - 1 പിന്നെ ഡി തീറ്റ. അപ്പൊ ഇത് 80 ആവും. 80/4 എന്താണ് 20. 20√2. പിന്നെന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ എന്ന് പറയുമ്പോൾ വെറും തീറ്റ. തീറ്റയ്ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 2π ആണ്. അപ്പൊ എന്ത് വരും? 20√2 × 2π അല്ലേ? അതായത് 40√2π എന്ന് കിട്ടും. 40√2π എന്നാണ് ആൻസർ കിട്ടുന്നത്. വേണമെങ്കിൽ ഇതിന് നമുക്ക് ഒരു √2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതാം? ഒരു √2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 80π/√2 എന്ന് എഴുതാം. ഇത് തെറ്റൊന്നുമില്ല, ഇങ്ങനെ എഴുതാം. കാരണം ഒരു √2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ √2 മാറി, പക്ഷെ താഴെ ഒരു √2 വന്നു. ആ √2 മാറിയപ്പോൾ 2 വന്നു. 80π/√2 എന്ന് വരാം. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതോ എഴുതാം. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. കണ്ടുപിടിക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഇതാണ് വേണ്ടത്. വേർ സിഗ്മ ഈസ് ദ പോർഷൻ ഓഫ് ദ കോൺ. നേരത്തെ പോലെ കോൺ തന്നെയാണ്. ബിറ്റ്വീൻ ദ പ്ലെയിൻസ് z = 1 ആൻഡ് z = 2. അതൊരു ഫിഗർ വരയ്ക്കാം. നേരത്തെ ഫിഗർ പോലെ തന്നെയാണ്. x ആക്സിസ് y z. കോണിന്റെ പോർഷൻ ആണ് കോൺ. z = 1 ഉം z = 2. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ പോയിന്റ് 1. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഈ പോയിന്റ് 2. അപ്പൊ ഈ സർക്കിൾ എന്താണ്? x² + y² = 1 ആണ്. ഈ സർക്കിൾ എന്താണ്? x² + y² = 4 ആണ്. ഇതിനിടയ്ക്ക് വരുന്ന റീജിയൻ ആണ്. z = 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ വരും. ഇങ്ങനെ ഒരു പ്ലെയിൻ. z = 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ വരും. അപ്പൊ നമ്മുടെ റീജിയൻ എങ്ങനെയാണ്? ഇതാണ് വേണ്ടത്. അപ്പൊ ഈ സർക്കിള് x² + y² = 4 ആണ്. ഈ താഴത്തെ സർക്കിൾ x² + y² = 1 ആണ്. കണ്ടുപിടിക്കേണ്ട എന്താണ്? ചെയ്തു നോക്കാം. അതായത് ഡബിൾ ഇന്റഗ്രൽ y² z² ds ആണ് വേണ്ടത്. z തന്നിട്ടുണ്ട്. z എന്താണ്? z ഈസ് ഗിവൺ. z = √x² + y² എന്നാണ്. അപ്പൊ എന്തെല്ലാം കാണാം? ∂z/∂x കാണാം. ∂z/∂x = x/√x² + y². ∂z/∂y = y/√x² + y². ഇതല്ലേ? അതായത് √x² + y²നെ 1/2√x² + y². x² ഒരു 2x. 2 വെട്ടി കിട്ടും. ഇതെന്താണ്? ഡബിൾ ഇന്റഗ്രൽ y². z² പകരം എന്താണ്? x² + y². എന്താണ്? ds. ds പകരം √. ഇവിടെ കിട്ടിയത് ∂z/∂x ഉം ∂z/∂y ഉമാണ്. ∂z/∂x the whole square plus ∂z/∂y the whole square plus 1. ആ റൂട്ട് കംപ്ലീറ്റ് ആയി. എക്സും വൈ മാത്രമല്ലേ ഉള്ളൂ. dx dy ഫോർമുല. സർഫസ് ഇന്റഗ്രലിന്റെ ഫോർമുലയാണ്. അപ്പൊ എന്ത് വന്നു? ഡബിൾ ഇന്റഗ്രൽ y² × x² + y². റൂട്ട് ഇതെന്താണ്? ∂z/∂x the whole square എന്ന് പറയുമ്പോഴത്തേക്ക് x²/x² + y². ∂z/∂y the whole square എന്ന് പറയുമ്പോൾ y²/x² + y² plus 1. പിന്നെ ഒരു dx dy അല്ലെ? ഇത്രയും നമുക്ക് √2 എന്ന് എഴുതാം. √2 നേരത്തെ പോലെ √2. ആ റൂട്ട് വെളിയിലാക്കാം. √2 ഡബിൾ ഇന്റഗ്രൽ y² × x² + y² dx dy. ഇനി ബാക്കി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? By converting it into polar coordinates by putting x = r cos θ. പോളാർ കോർഡിനേറ്റ്സിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? x ന് പകരം r cos θ,
y equal to r sin theta, dx dy equal to r dr d theta. സർക്കിളൊക്കെ വരുന്ന കാര്യമല്ലേ. അപ്പൊ തീറ്റ വേരീസ് ഫ്രം 0 to 2 pi. r വേരീസ് ഫ്രം r എങ്ങനെയാണ്? ഇവിടെ റേഡിയസ് 1 ആണ്, ഇവിടെ റേഡിയസ് 2 ആണ്. അപ്പൊ r വേരീസ് ഫ്രം 0 to 2 ആണ്. അല്ല 0 അല്ല 1 to 2 ആണ്. r വേരീസ് ഫ്രം 1 to 2 ആണ്. റേഡിയസ് വേരീസ് ഫ്രം 1 to 2. ഇനി ഇവിടെ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്താണ്? r സ്ക്വയർ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ വരുമ്പോഴത്തേക്ക് r സ്ക്വയർ. r സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഒരു r സ്ക്വയർ എന്ന് വരും. അതിൽ മാറ്റുമ്പോഴത്തേക്ക് റൂട്ട് 2 ഡബിൾ ഇന്റഗ്രൽ y സ്ക്വയറിന്റെ വാല്യൂ എന്ത് വരും? r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. x സ്ക്വയർ പ്ലസ് y സ്ക്വയറിന് r സ്ക്വയർ. dx dy ക്ക് r dr d തീറ്റ. ലിമിറ്റ് കൊടുക്കാം. തീറ്റയ്ക്ക് 0 to 2 pi ആണ്, r-ന് 1 to 2 ആണ്. അപ്പൊ റൂട്ട് 2 ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രൽ 1 to 2 സൈൻ സ്ക്വയർ തീറ്റ r സ്ക്വയർ r റൈസ് ടു 5 dr d തീറ്റ. ഇനി ഇന്റഗ്രേഷൻ പോർഷൻ ആണ്. അതായത് റൂട്ട് 2 ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ വെളിയിലാക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇന്റഗ്രൽ ഓഫ് r റൈസ് ടു 5 r റൈസ് ടു 6/6 ആണ്. r റൈസ് ടു 6/6 ആണ്. ലിമിറ്റ് 1 to 2 ആണ്. പിന്നെ എന്തും കൂടെ ഉണ്ട്? ഒരു d തീറ്റയും കൂടെ ഉണ്ട്. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. റൂട്ട് 2 ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ. ആ 6 കൂടെ വെളിയിലാക്കാം. ബൈ 6 വെളിയിലാക്കി. 2 raised to 6. 2 raised to 6 എന്താണ്? 2, 4, 8, 16, 32, 64 ആണ്. 64 മൈനസ് 1 d തീറ്റ. ഇതാണല്ലോ. അപ്പൊ അത് 63 വരും. അതിന് വെളിയിൽ വരും. 63/6 റൂട്ട് 2 ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ d തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ d തീറ്റ ചെയ്യാൻ പറ്റുമോ? സൈൻ സ്ക്വയർ തീറ്റ d തീറ്റ. ഇനി സൈൻ സ്ക്വയർ തീറ്റ മാറ്റിയാലേ പറ്റുള്ളൂ. സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ മാറ്റാം? ഇത് വെട്ടുമ്പോഴത്തേക്ക് ഒരു 3 വെച്ച് വെട്ടാം. 21/3 റൂട്ട് 2 ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് 2 തീറ്റ/2 ആണ് d തീറ്റ. ഇങ്ങനെ മാറ്റാമല്ലോ. സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1 മൈനസ് കോസ് 2 തീറ്റ/2 ആണ്. ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ആ 2 കൂടെ വെളിയിൽ വരും. 21 റൂട്ട് 2/6 എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1 തീറ്റ മൈനസ് കോസ് 2 തീറ്റയ്ക്ക് സൈൻ 2 തീറ്റ/2 ലിമിറ്റ് 0 to 2 pi ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ വീണ്ടും വെട്ടാം. 3 വെച്ച് വെട്ടാം. അപ്പൊ 21 എന്താവും? 7 റൂട്ട് 2/2 ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 pi മൈനസ് അടുത്ത ലോവർ ഇപ്പുറത്ത് എന്ത് വരും? സൈൻ 4pi/2. ലോവർ ലിമിറ്റ് കൊടുക്കണ്ട. 0 സൈൻ 0 0 വേണ്ട. ഇനി സൈൻ n/0 ആണ്. അപ്പൊ സൈൻ 4pi/0 ആണ്. ബാക്കി എന്തേ ഉള്ളൂ? 7 റൂട്ട് 2/2 2 pi ആണ്. അപ്പൊ ഈ 2 വെട്ടിപ്പോകും. ബാക്കി എന്ത് വരും? 7 റൂട്ട് 2 pi എന്ന് കിട്ടും. ഇവിടെ ഒന്ന് തെറ്റിപ്പോയായിരുന്നു. അതായത് നമ്മൾ 63യും 6ഉം കൂടെ വെട്ടിയപ്പോഴത്തേക്ക് 3 വെച്ചാണ് വെട്ടിയത്. 21/3 വെച്ചിട്ട് 2 ആണ്. ഇത് തെറ്റിപ്പോയി. 63/6 എന്ന് പറയുന്നത് 21/2 ആണ്. അപ്പൊ ഈ 2 കൂടെ വരുമ്പോൾ 4 ആകും. അപ്പൊ എന്താണ്? അപ്പൊ അത് വെട്ടാൻ പറ്റില്ല. അതായത് 21 റൂട്ട് 2/4. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2 pi ഇത് വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും? 21/4 ഈ 4 ഒരെണ്ണം വെട്ടിപ്പോകുമ്പോഴത്തേക്ക് 2 ആണ് വെട്ടിപ്പോകും. അപ്പൊ 21/2 റൂട്ട് 2 pi എന്ന് കിട്ടും. ഇനി ഒരു റൂട്ട് ഇവിടെ വെട്ടിപ്പോകുമല്ലോ. അപ്പൊ എന്താവും? 21/√2 pi എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. 2 എന്ന് പറഞ്ഞാൽ √2 × √2 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു റൂട്ട് വെട്ടിപ്പോകും. 2 = √2 × √2 ആണ്. ഒരു റൂട്ട് വെട്ടിപ്പോകുമ്പോൾ 21/√2 × pi എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വിക്വൽ ആൻസർ. അപ്പൊ സർഫസ് ഇന്റഗ്രലിലെ 2 പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.